വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിർമ്മിച്ച ARM എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി റഹ്മാനിക്കായ്ക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കായ്ക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടാണ്, ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഉള്ളത്. ഒമറിന്റെ എല്ലാ പടത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ആ ഒമർ ഫണ്ണാണ്. അപ്പം അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇത് ഒരു ഫണ്ണായി മാറട്ടെ. ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറങ്ങുന്നത്. അപ്പം ഈ സിനിമയുടെ പിന്നിലൊരു ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട്. ഇനി ടോമൊക്കെ എപ്പോഴും പറയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഓടും. എപ്പോഴും ഈവൻ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാ വേദിയിലും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ. പിന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ടായുള്ള എബ്രഹാം ചേട്ടൻ. സോ എബ്രഹാം ചേട്ടന് കാശിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ പടം വിജയിച്ചാൽ കൊള്ളാമെന്ന് പുള്ളിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഇത് ബാഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് 12-ാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ. പക്ഷെ 13-ാം തീയതി മുതൽ അത് ഗുഡായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ബാഡ് ബോയ്സ്. Yes, thank you so much both of you. ഏറാമെന്ന് സൂക്ഷിക്കുന്നതായിരിക്കും. ARMന് ഒരു വെല്ലുവിളിയാകുമെന്നാണ് പറയുന്നത്. അപ്പോ എല്ലാരും 12-ാം തീയതി ARM പോയി ആദ്യം കാണണം, എന്നിട്ട് ടിക്കറ്റ് ബാഡ് ബോയ്സിന് എടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാ സിനിമകളും വിജയിക്കട്ടെ, അതാണ് സിനിമ എല്ലാം. ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടേതാണ്. ആദ്യം ഒന്ന് ഈ പടത്തിന്റെ സംവിധായകൻ. കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേൽ കാണിച്ച ആ വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കാണിക്കുന്നത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, ഇത് സത്യം. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസം ആയിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചെലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എനിക്ക് ഉറപ്പിച്ചത് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. എൻ്റെ ഒരു പടം മാത്രമല്ല, ഇതെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബിബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവർക്കും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ ഉദ്ദേശിച്ച് വളരെ സ്പെഷ്യലാണ്. എബ്രഹാം ചേട്ടൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഷീലു. ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് മുഖപരിചയമുള്ള വളരെ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന റഹ്മാൻ്റെ ഒരു പ്രസൻസ്, സയ്യി ഗ്രൂപ്പ്, അങ്ങനെ കുറേ അധികം എൻ്റെ ഫേവറേറ്റ്സ് ഉള്ള ഒരു സിനിമ. ഒമർ ലുലു എനിക്കറിയാം നേരത്തെ തന്നെ. അപ്പോൾ അവർക്കൊക്കെ വളരെ വളരെ എക്സൈറ്റഡാണ്. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഡെഫിനറ്റായിട്ടും ഒരു ഈശ്വൻ ബമ്പറിനുള്ള സ്കോപ്പുണ്ട്. അത് ഡെഫിനറ്റായിട്ട് ഞാൻ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ എല്ലാം ഉള്ള ഒരു സാധനം എന്ന് കഴിഞ്ഞാൽ അതിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം
ആക്ഷനും ഫൈറ്റ്സ് ഒക്കെ പരിപാടി ഇപ്പോൾ സോങ്സ് ഉണ്ട്, എല്ലാം വളരെ കളർഫുള്ളാണ്. ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ ഒരു ഓണത്തിന് പറ്റിയ ഒരു സിനിമയാണ്. അത് തീർച്ചയായിട്ടും ദൈവം ഒരു 100 days നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്ന സിനിമയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ ഫോർ ഗ്രേറ്റ് റെസ്പോൺസ്. ആൻഡ് യെസ് ലിസൺ ചേട്ടാ, എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് ടു ഓൾ.